നാലാമത് 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. 7-ാമത്തെ വാക്യം, ഐ വിൽ ടേക്ക് യു ടു മീ ഫോർ എ പീപ്പിൾ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ആ ദൈവത്തിൻ്റെ ജനത്തിന് എത്രമാത്രം പ്രത്യേകതകളെന്നറിയാം. സ്തോത്രം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ആലോചിക്കുക, ഇത്ര ശ്രേഷ്ഠ ജാതി വേറെ ഏതാ ഉള്ളേ? സ്തോത്രം. അവരെണ്ണത്തിൽ കുറവായിരുന്നു, ബലഹീനരായിരുന്നു. പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത് എന്ത് ജനമാക്കി? ദൈവത്തിൻ്റെ ജനമാക്കി മാറ്റി. ലേബല് മാറി, അഡ്രസ് മാറി. സ്തോത്രം. സ്വന്തം ജനമായി മാറി, അവകാശ ജനമായി മാറി, വിശുദ്ധ ജനമായി മാറി. ഒന്നാലോചിച്ചു, ശ്രേഷ്ഠ ജനമായി മാറി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ശേഷം മനുഷ്യരെ പോലെയല്ല. വീണ്ടെടുപ്പ് അനുഭവിക്കുന്ന ഒരുവൻ ശേഷം മനുഷ്യനെ പോലെയല്ല. അവൻ ഒത്തിരി വിശേഷതകൾ ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിനായിട്ട് ദൈവം അവരെ സ്തോത്രം എടുത്തു. ഐ വിൽ ടേക്ക് ദം. ഹല്ലേലൂയ. ദൈവത്തിനായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആർക്കാണ് അവകാശം? ദൈവത്തിന് അവകാശം നമ്മുടെ മേൽ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാമും നമുക്കുള്ളതുമെല്ലാം എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണെന്നറിയാമോ? ഹല്ലേലൂയ. ദുഷ്ടന്റെ ചെങ്കോൽ ഒരു കാലത്തും നീതിമാന്മാരുടെ അവകാശങ്ങളിന്മേൽ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ചിലതെല്ലാം പിശാച് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പറ, ഹല്ലേലൂയ, ഇല്ല, പറ്റത്തില്ല. കാരണം ഞാനും എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ.